സഖാവ് നന്ദകുമാർ, അതുപോലെ തന്നെ പ്രൊഫസർ എം എൻ നാരായണൻ, പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് CP മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് അടക്കമുള്ള പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, സെക്രട്ടറിമാർ, ഇവിടെ കൂടിയുള്ള പാർട്ടി മെമ്പർമാർ, ജനപ്രതിനിധികൾ കൂടിയുള്ള മുഴുവൻ സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമരത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി സഖാവ് CP മുഹമ്മദ് കുഞ്ഞിയെ ക്ഷണിക്കുക. ഇവിടെ സഖാവ് എം എ ഹമീദ് വിശദീകരിച്ചതുപോലെ ഇന്ന് കേരളത്തിലെമ്പാടും CPIM-ന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുന്നിലും അതുപോലെ ഇത്തരം പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലുമെല്ലാം CPIM-ന്റെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രക്ഷോഭം നടന്നു വരികയാണ്. ഈ ജനകീയ പ്രക്ഷോഭത്തിന് ആസ്പദമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ജനത, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതം വലിയ പ്രയാസകരമായ ദുഷ്കരമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിലക്കയറ്റമെന്ന തീപ്പൊരിയ നമ്മുടെ അടുക്കളയെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാടിനെ എല്ലാം കത്തിച്ചാമ്പലാക്കാൻ ശേഷിയുള്ള ഒരു വലിയ തീപ്പൊരിയായി ഇവിടെ വിലക്കയറ്റം ബോധപൂർവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇവർക്കറിയാം. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം ഘട്ടം ഘട്ടമായി ഓരോ ദിവസവും 1-2 ദിവസങ്ങളിൽ വെച്ച് പാചകവാതകത്തിൻ്റെയും അതോടൊപ്പം തന്നെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പെട്രോളിയം വിലയുടെ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനുള്ള അധികാരം ബഹുരാഷ്ട്ര കമ്പനികൾക്ക് അല്ലെങ്കിൽ കുത്തകകൾക്ക് കമ്പനികൾക്ക് അനുവദിച്ചു നൽകിയത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് സഹായം നൽകാനുള്ള ഒരു ഘട്ടത്തിലും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില പറയുന്ന സമയത്ത് കുറക്കാൻ ഓരോ സമയത്തും അധിക നികുതി ചുമത്തി ജനങ്ങളുടെ ഭാരം ദൈനംദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇന്ന് എല്ലാ വസ്തുക്കൾക്കും, പലചരക്ക് സാധനങ്ങൾക്ക് മാത്രമല്ല, ഒരു യാത്ര ചെയ്യാൻ പണിക്കിറങ്ങുന്ന ഒരാൾ രാവിലെ കുടിക്കുന്ന ചായ ഒഴിവാക്കി എന്നാണ് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. 12-15 രൂപയാണ് ഒരു ഗ്ലാസ് ചായ. 2 തവണ ചായ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ തുകയ്ക്ക് അധ്വാനിച്ചു വരുന്ന ഒരു കുടുംബത്തിന് പ്രയാസമുണ്ട്. അവനത് കുറയ്ക്കുന്നു. എല്ലാ വസ്തുക്കൾക്കും, എല്ലാ വീട്ടുവസ്തുക്കൾക്കും വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുടെ ടാക്സി ഡ്രൈവർമാർ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓടി തിരിച്ചു വന്നാൽ അവരുടെ കയ്യിലെ പണം പെട്രോളിനും മാത്രം ചെലവഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. വീട്ടിലെ ആവശ്യങ്ങൾക്ക്, കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക്, കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഒന്നും വിനിയോഗിക്കാൻ കഴിയാതെ വലിയ ജീവിത ഭാരത്താൽ കേഴുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് CPIM. ഈ ചെങ്കൊടി പ്രസ്ഥാനം തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന എല്ലാ തരത്തിലുള്ള ദുർനയങ്ങൾക്കെതിരെയും പോരാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരായി ഇനിയും ശക്തമായ പ്രക്ഷോഭങ്ങൾ CPIM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമരം കേവലം ആളുകളെ കൂട്ടിയിരുത്തി ഒരു പേരിനുള്ളൊരു സമരമല്ല, മറിച്ച് തുടർച്ചയായി ജനകീയ പ്രക്ഷോഭത്തിലൂടെ, കടുത്ത പോരാട്ടങ്ങളിലൂടെ ഈ വിലക്കയറ്റത്തിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കും. ഈ വിലക്കയറ്റത്തിന് കാരണമായി ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മളോട് പറയുന്നു, പശ്ചിമേഷ്യൻ സംഘർഷമാണ്. പശ്ചിമേഷ്യൻ സംഘർഷമാണ്, അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വർധനവാണ് എന്നാണ് അവർ പറയുന്നത്. ആണോ?
2022 വലിയ രീതിയിൽ വില വർദ്ധിപ്പിച്ചു. അതിനുശേഷം ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിൽ 70-80 100 രൂപയുള്ളപ്പോൾ കൂട്ടിയത് 70-80 ആകുന്ന സമയത്ത് സാധാരണക്കാർക്ക് കുറച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരികൾ. എന്നാൽ അവർ ഇവിടത്തെ കോർപ്പറേറ്റുകൾക്ക് ആവോളം സുഖിക്കാൻ, അവർക്ക് സുഖവാസത്തിന്, അവരുടെ എല്ലാ അളവിലുള്ള കീശ വീർപ്പിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ലാഭം കൊയ്യാനുള്ള മാർഗങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരെടുത്ത ബാങ്ക് വായ്പകൾ അടിക്കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ തുക എഴുതിത്തള്ളുന്നു. പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്നു. ഈ നയമാണ് ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടത്തെ ഗവൺമെന്റുകൾ പുലർത്തിക്കൊണ്ടുവരുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ CPIM നടത്തുന്നത്. CPIMന്റെ നേതൃത്വത്തിൽ ഈ പൊന്നാനി ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ ഇവിടെ ഈ സമരത്തിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഴുവൻ സമരഭടന്മാർക്ക് CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ വിപ്ലവാഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായിട്ട് നാരായണ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.